നമസ്കാരം. മൊബൈൽ ഫോണുകൾ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു അനിവാര്യ ഘടകമായി തന്നെ മാറിയിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാനുള്ള ഒരു പ്രശ്നം അതിൻ്റെ ചാർജ് പെട്ടെന്ന് കുറയുന്നതാണ്. അത് യാത്രയിലും മറ്റും അത് ദീർഘദൂരം പോകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടാറുമുണ്ട്. ഇതിനായിട്ടാണ് നമ്മളെല്ലാവരും തന്നെ പവർ ബാങ്കുകൾ വാങ്ങി കയ്യിൽ വെച്ചിട്ടുള്ളത്. ദീർഘദൂര യാത്രയൊക്കെ പോകുമ്പോൾ എല്ലാവരും മൊബൈലിൻ്റെ ചാർജ് നിലനിർത്തുന്നതിന് വേണ്ടി ഈ പവർ ബാങ്കുകൾ കൈവശം വയ്ക്കാറുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് രാജ്യത്ത് പവർ ബാങ്കുമായി വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ഇന്ത്യയിലെ വ്യോമയാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം ഇപ്പോൾ ഇക്കാര്യത്തിൽ പുതിയ തീരുമാനമെടുത്തിരിക്കുകയാണ്. അതായത് പവർ ബാങ്കുകൾ വിമാനത്തിൽ കൊണ്ടുപോകുന്നതിന് കർശനമായ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുറേ നാളുകളായി വിമാനത്തിനുള്ളിലൊക്കെ തന്നെ ഈ പവർ ബാങ്കുകൾ പൊട്ടിത്തെറിക്കുന്നതും മറ്റും വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു നിർണായകമായ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇനി മുതൽ നിങ്ങൾ പവർ ബാങ്കുകളുമായിട്ടാണ് യാത്ര ചെയ്യുന്നത് എങ്കിൽ അത് നിങ്ങളുടെ ലഗേജിൽ, അതായത് വിമാനത്തിൻ്റെ അടിയിൽ സൂക്ഷിക്കുന്ന നിങ്ങളുടെ ആ ബാഗിനുള്ളിൽ ഈ പവർ ബാങ്കുകൾ ഇനി മുതൽ വയ്ക്കാൻ പാടുള്ളതല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യം, നമ്മൾ യാത്ര പോകുമ്പോൾ പാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ പവർ ബാങ്ക് കൂടി നമ്മുടെ ഈ ബാഗിൽ വെക്കുകയും ഇത് നേരെ വിമാനത്തിൻ്റെ ലഗേജ് സൂക്ഷിക്കുന്ന ഭാഗത്തേക്ക് ഈ ബാഗുകളെല്ലാം കൊണ്ട് വെക്കുകയും ചെയ്യുന്നതാണ് രീതി. ഇനി മുതൽ അത് പാടില്ല. കാരണം ഇവിടെ എന്തെങ്കിലും തീപിടുത്തമോ മറ്റോ ഈ പവർ ബാങ്കിനുള്ളിലുണ്ടായാൽ വിമാനമാകെ തീപിടിച്ച് വലിയ അപകടം വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. തീർന്നില്ല, ഇനി ഒരുപാട് വിലക്കുകളുണ്ട്. നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പവർ ബാങ്ക് നമ്മൾ ഒന്നുകിൽ കയ്യിൽ വയ്ക്കണം സീറ്റിലിരിക്കുമ്പോൾ, അതല്ലെങ്കിൽ നമ്മുടെ തൊട്ട് മുന്നിലുള്ള സീറ്റിൽ ആ സാധനങ്ങൾ വയ്ക്കാനുള്ള ഭാഗത്തേക്ക് ഇത് അവിടെ വെച്ചിരിക്കണം. മാത്രമല്ല ഇത് ഒരു കാരണവശാലും ലഗേജ് സൂക്ഷിക്കുന്ന മുകൾ ഭാഗത്ത് നമ്മൾ വയ്ക്കാൻ പാടുള്ളതല്ല. ഇതിലൊരു അപകടമുണ്ട്. ഈ ലഗേജ് സൂക്ഷിക്കുന്ന മുകളിലത്തെ ആ റാക്കിൽ ഈ ബാഗിനുള്ളിലാക്കി ഈ പവർ ബാങ്ക് അവിടെ വെച്ചിരുന്നത്, നമ്മൾ ചെറിയ ഹാൻഡ് ബാഗിനുള്ളിലാക്കി അവിടെ വെച്ചിരുന്നാൽ എന്തെങ്കിലും ഒരു തീപിടുത്തം ഉണ്ടെങ്കിൽ ഇത് എവിടെ നിന്നാണ് ഈ അപകടം വരുന്നതെന്നുള്ള അറിയാൻ കഴിയുകയില്ല. നമ്മുടെ കയ്യിലിരിക്കുമ്പോഴാണ് ഈ പവർ ബാങ്കിന് എന്തെങ്കിലും അപകടം സംഭവിച്ചത്, പൊട്ടിത്തെറിക്കുക മറ്റു ചെയ്താൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് സീറ്റിലിരിക്കുന്ന ആളുടെ കൈവശം ഉണ്ടായിരുന്ന പവർ ബാങ്കാണ് അപകടത്തിൽപ്പെട്ടത് എന്ന് പെട്ടെന്ന് തന്നെ അതിനുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനൊക്കെ തന്നെ നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇനി മുതൽ ഇത്തരത്തിലുള്ള കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. ഇത് തീവ്രവാദി ആക്രമണങ്ങൾക്ക് പോലും ഉപയോഗിക്കത്തക്ക രീതിയിൽ ഒരുപക്ഷെ ഇതൊക്കെ തന്നെ ദുരുപയോഗം ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യവും അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ കർശനമായ നിലപാട് സ്വീകരിക്കാൻ നിർബന്ധിതരാക്കി എന്ന് വേണം പറയാൻ. അതുപോലെ വിമാനത്താവളത്തിലോ വിമാനത്തിനുള്ളിലോ ഈ പവർ ബാങ്കുകൾ ചാർജ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വിമാനത്താവളത്തിലെത്തിയതിന് ശേഷം പവർ ബാങ്ക് ചാർജ് ചെയ്യാം എന്നാണ് കരുതുന്നതെങ്കിൽ ഇനി മുതൽ ഇന്ത്യയിലെ ഒരു വിമാനത്താവളങ്ങളിൽ ഇത് അനുവദിക്കുകയില്ല. വിമാനത്തിനുള്ളിലിരുന്നു കൊണ്ടും അവിടെ ഈ പവർ ബാങ്കിനെ ചാർജ് ചെയ്യാൻ അനുവദിക്കാറില്ല. പലപ്പോഴും ഈ പവർ ബാങ്കിൽ ചാർജ് ചെയ്യുന്ന വേളയിൽ പൊട്ടിത്തെറിച്ച സംഭവങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അതുപോലെ വിമാനത്തിനുള്ളിലെ USB പോർട്ടുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ഇപ്പോൾ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് യാത്രക്കാരുടെ സുരക്ഷിതത്വം കണക്കിലെടുത്താണ് ഇത്തരത്തിലുള്ളൊരു പ്രധാനപ്പെട്ട തീരുമാനമെടുത്തത് എന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിക്കുന്നത്. രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട വിമാന കമ്പനികളെയും അതോറിറ്റി ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. കർശനമായും ഇവ പാലിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാ വിമാന കമ്പനികളും പാലിക്കണം എന്നുള്ളതും ഒരു നിർബന്ധമായി തന്നെ അതോറിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം പവർ ബാങ്കുകൾ നമ്മുടെ ഹാൻഡ് ലഗേജിനുള്ളിൽ മാത്രമേ ഉൾപ്പെടുത്താൻ പാടുള്ളൂ എന്നും ഇതൊരു കാരണവശാലും ചെക്കിൻ ലഗേജുകൾ ഉൾപ്പെടുത്താൻ പാടില്ലെന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ കൈവശം തന്നെ വയ്ക്കുന്ന രീതിയിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുമാണ് ഇപ്പോൾ DGCA നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സാധാരണ 100 വാട്ട് അവർ വരെ ശേഷിയുള്ള പവർ ബാങ്കുകളാണ് അനുമതിയില്ലാതെ കൊണ്ടുപോകാവുന്നത്. ഇതിൽ കൂടുതൽ ശേഷിയുള്ളവയ്ക്ക് വിമാന കമ്പനിയുടെ പ്രത്യേക അനുമതി ആവശ്യമാണെന്നുള്ള കാര്യം ഓർക്കുക. 160 വാട്ടിന് മുകളിലുള്ളവയ്ക്ക് വിമാനത്തിൽ കർശന നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇനി മുതൽ വിമാനയാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ ഇക്കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയൊക്കെ ഇക്കാര്യം അറിയിക്കുക. പവർ ബാങ്കും കൊണ്ട് വിമാനത്തിൽ യാത്ര ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. അതല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ വിമാനയാത്ര പോലും മുടങ്ങിപ്പോകാനുള്ള ഒരു സാധ്യത കളയാൻ കഴിയില്ല. എന്തെങ്കിലും രീതിയിൽ ഉള്ള ഒരു അപകടാവസ്ഥയിലേക്ക് നിങ്ങളുടെ പവർ ബാങ്ക് മാറിക്കഴിഞ്ഞാൽ ഇതിനെല്ലാം തന്നെ നിങ്ങൾ ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരും എന്നുള്ള കാര്യവും പ്രധാനമാണ്. മാത്രമല്ല അവിടെ കൃത്യമായി പരിശോധന നടക്കുമ്പോൾ നിങ്ങളുടെ വിമാനത്തിൻ്റെ ലഗേജിൽ സൂക്ഷിക്കേണ്ട ആ ബാഗുകളിലേക്ക് പരിശോധന നീളുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള പവർ ബാങ്കുകൾ കണ്ടെത്തിയാൽ അതിന് നിങ്ങൾ വലിയ തോതിലുള്ള വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യവും ഉറപ്പാണ്.